നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മന്ത്രി സ്ഥലത്തെത്തി കെട്ടിടത്തിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയതും ബിന്ദു മരണപ്പെട്ടതുമെന്നാണ് ആരോപണമുയരുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലും വീണ ജോർജിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. അതിനിടെ പലരും ഉയർത്തിക്കാട്ടുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ആരോഗ്യ വകുപ്പിന്റെയും അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെയും പ്രവർത്തന മികവിനെയാണ്. വീണ ജോർജിനെ ഒഴിവാക്കി ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ ശൈലജയെ തിരികെ കൊണ്ടുവരണമെന്നും സോഷ്യൽ മീഡിയയിൽ ആവശ്യമുയരുന്നുണ്ട്. അതിനിടെ കെ ശൈലജ മന്ത്രിയായിരുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സരിത ശിവരാമന്റെ പ്രതികരണം ശ്രദ്ധ നേടുകയാണ്. നിപ്പ കോവിഡ് രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ കെ ശൈലജയുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച മുതിർന്ന ഡോക്ടറാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിശ്ചയദാർഢ്യം നൽകിയ ഊർജം ചെറുതൊന്നുമല്ല എന്ന് കെ ശൈലജയുടെ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ഡോക്ടർ സരിത എഴുതുന്നു. മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന് കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി പോയതാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. സരിത ശിവരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ആരോഗ്യവകുപ്പിലെ കർമ്മ മേഖലയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും കരുത്തും ആത്മവിശ്വാസവും പകർന്നു തന്ന് കൂടെ നിന്ന ജനപ്രതിനിധികളെ നന്ദിയോടെ ഓർത്തുപോകുന്നു. കോട്ടയത്തെ സംഭവം അറിഞ്ഞപ്പോൾ ജീവന്റെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യം തന്നിട്ടുള്ള ഊർജം ചെറുതൊന്നുമല്ല. പ്രളയത്തിനും ചുഴലിക്കാറ്റിനുമൊക്കെ ജീവൻ പണയം വെച്ച് ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നയിച്ച ജനപ്രതിനിധികളും മന്ത്രിമാരും വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു അക്കാലത്ത്. മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന വാർത്ത കേട്ടപ്പോൾ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി പോയതാണ് എന്നാണ് ഡോക്ടർ സരിത ശിവരാമൻ കുറിച്ചത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടം ഇടുങ്ങി വീണയുടൻ സ്ഥലത്തെത്തിയ വീണ ജോർജ് അടക്കം മന്ത്രിമാർ കെട്ടിടം ഉപയോഗശൂന്യമാണെന്നും അതിൽ ആരുമില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് രക്ഷാപ്രവർത്തനം വൈകിയത്. പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമാണ് ബിന്ദു എന്ന സ്ത്രീയുടെ മൃതദേഹം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ആരോഗ്യമന്ത്രിയുടെ ക്രൈസിസ് മാനേജ്മെന്റ് പാളിയെന്ന് ഡോക്ടർ സരിത ചൂണ്ടിക്കാട്ടുന്നത്. സരിത ശിവരാമന്റെ ഈ പോസ്റ്റിന് പിന്നാലെ ബിന്ദുവിന്റെ കുടുംബത്തിനും ആരോഗ്യ വകുപ്പിനും പിന്തുണയുമായി കെ ശൈലജ രംഗത്ത് വന്നിട്ടുണ്ട്. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും ആരോഗ്യ വകുപ്പിനെതിരെ നടക്കുന്ന അവഹേളനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നുമാണ് മുൻ ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വീണ ജോർജിനെതിരെ CPM ലോക്കൽ കമ്മിറ്റി അംഗവും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ വിദഗ്ധ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയതും ചർച്ചയായിട്ടുണ്ട്.